വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് കേരളത്തിലെത്തിയ 27 ബംഗ്ലാദേശികൾ പിടിയിൽ. പറവൂരിൽ നിന്നാണ് ഇവർ പിടിയിലായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാന രീതിയിൽ 7 പേരെ പിടികൂടിയിരുന്നു. വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഈ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് ഇവർ കേരളത്തിലെത്തിയിരിക്കുന്നത്. ഒടുവിൽ പിടിയിലായിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എറണാകുളം റൂറലിൽ നിന്നാണ് നേരത്തെ ബംഗ്ലാദേശികളെ പിടികൂടിയിരുന്നത്. സമാനമായ സംഭവമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് 27 ബംഗ്ലാദേശികളാണ് ഒരുമിച്ച് പിടിയിലായിരിക്കുന്നത്. ഇവർ വടക്കൻ പറവൂരിലെ ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിച്ചു വരികയായിരുന്നു. സാധാരണ ഈ ബംഗ്ലാദേശികളെ ഇതിനു മുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പലയിടങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു അവരെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. ഇവിടെ സംഭവിച്ചത് ഒരു വീട്ടിനുള്ളിൽ ലോഡ്ജ് പോലെ 27 പേർ താമസിക്കുകയായിരുന്നു. 3 മാസം മുമ്പ് ഇവിടെ എത്തിയെന്നതാണ് ഇവർ നൽകുന്ന മൊഴി. പക്ഷേ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. വിശദമായി ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. കാരണം ബംഗ്ലാദേശികൾ ഇത്ര കൂട്ടത്തോടുകൂടി വന്ന് താമസിക്കുമ്പോൾ അത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് എറണാകുളം റൂറൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്റലിജൻസ് ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടന്നിരിക്കുന്നത്. എറണാകുളം റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേനയുടെ പ്രത്യേക സംഘവും ATS-ഉം സംയുക്തമായിട്ടാണ് ഈ പരിശോധന നടത്തിയിരിക്കുന്നത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരമുണ്ടായിരുന്നു. ആ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ATS-ഉമായി ചേർന്നുകൊണ്ടൊരു ജോയിന്റ് ഓപ്പറേഷനാണ് നടന്നത്. ഇന്നലെ പുലർച്ചെയാണ് ആ ജോയിന്റ് ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി നടന്ന ആ ജോയിന്റ് ഓപ്പറേഷനിലാണ് ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന 27 ബംഗ്ലാദേശികൾ അവരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നത്. 27 പേരുടെ കയ്യിലും വ്യാജ 27 ബംഗ്ലാദേശികളാണ് പിടികൂടിയിരിക്കുന്നത്. ഇവർ താമസിച്ച വീട് വാടകയ്ക്ക് മറ്റുമാകുമല്ലോ ബിനിൽ. അപ്പോൾ ആ കാര്യത്തിലേക്കും കൂടുതൽ ആളെയും ചോദ്യം ചെയ്യേണ്ടതൊക്കെയായി വരുമല്ലോ അല്ലേ? ബിനിൽ, ഈ 27 ബംഗ്ലാദേശികളും ഒരു വീട്ടിലാണ് താമസിച്ചത്. ഇവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തത് ആരാണ്? എങ്ങനെയാണ് ഇവരവിടെ എത്തിയത്? ഇക്കാര്യത്തിൽ എന്താണ് വ്യക്തത? അക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. കാരണം ഇത്രയധികം ബംഗ്ലാദേശികൾ, അതായത് വിദേശ പൗരന്മാരാണ് ഇവർ. യഥാർത്ഥത്തിൽ ഇവർ ഇത്രയും പേർ ഒരുമിച്ച് വന്ന് താമസിക്കുന്നത് രാജ്യസുരക്ഷയെ തന്നെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അടക്കം അവിടെ ശരി ബിനിൽ, എന്തായാലും വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് കേരളത്തിലെത്തിയ 27 ബംഗ്ലാദേശികളാണ് പിടിയിലായിരിക്കുന്നത്. ഇവരെ പിടികൂടിയിരിക്കുന്നത് പ്രത്യേക ഓപ്പറേഷനിലൂടെ പറവൂരിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ 7 പേരെ പിടികൂടിയിരുന്നു. ബിനിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.